ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ട്രെയിലർ റിയാക്ഷൻ. സുഹൃത്തുക്കളെ, നയൻതാര ആൻഡ് കവിൻ ഒന്നിക്കുന്ന പുതിയൊരു പടമായിട്ടുള്ള ഹായ് എന്ന് പറയുന്ന പടത്തിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 ദിവസമായിട്ടുണ്ട്, നമ്മളിപ്പോഴാണ് അറിഞ്ഞത്. സോ പടം റൈറ്റ് ചെയ്തിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്യുന്നത് വിഷ്ണു ഏതവൻ എന്ന് പറയുന്ന വിഷ്ണു ഇടവൻ അങ്ങനെയാണെന്ന് തോന്നുന്നില്ലേ? ഓക്കെ, വാട്ട് എവർ. വിഷ്ണു ഇടവൻ എന്ന് പറയുന്ന ആളാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നതും ഡയറക്റ്റ് ചെയ്തേക്കുന്നതും. സോ നയൻതാര ആൻഡ് കവിനാണ് മെയിൻ ലീഡ് റോളിൽ വരുന്നത്. പിന്നെ അതുപോലെ ഭാഗ്യരാജ് ഉണ്ട്, രാധിക ശരത്കുമാർ ഉണ്ട്, പ്രഭു ഉണ്ട്, VTV ഗണേഷ് ഉണ്ട്, അങ്ങനെ കുറേ അധികം ആൾക്കാരൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഏതായാലും ലെറ്റ്സ് സീ ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് ഹായ്. ലെറ്റ്സ് ഗോ. യെസ്, രണ്ട് கல்யாணம் பண்ணிட்டு காதலிக்கிறது, 3 செவன் ஸ்கிரீன், 3வது காதலிக்கவும் முடியாம கல்யாணமும் நடக்காம வேஸ்டா கேட்டா சுத்திட்டு கவின் ஆஸ் மயில்சாமி. யார் அப்படி சொன்னது? அவன் பெரிய புடியா? Mandaras Devayani. அவனுக்கு எவ்வளவு பிரச்சனை இருக்கு. ஆனா நீ என்னடானா ஒரு புள்ள லவ் பண்ணலன்னு சாக போறேன்ற. உனக்கு எல்லாம் மனசாட்சி இருக்கா? இல்லை. போயா பைத்தியம். ஏதாவது ஓடிய பிரார்த்தனை சொல்லுங்க. நான் பாட்ட போட்டு வேண்டாம் சொல்லி ஓடி வந்தியா? ஒருக்கே. இது யாருக்கு பயப்பட தேவை கிடையாது. உண்மையை சொல்லிடலாம். நானும் தேவயானி உத்தர் குஸ்தா லவ் பண்றோம். என் வயித்துல அவன் குழந்தை அவள இருக்கு. நான் 3 மாசம் கர்ப்பம்டா. என்னோட நீ கண்ணாடி மட்டும்தான சிறுசா போட்டிருக்க. மற்றபடி சமாச்சாரம் எல்லாமே நான் லவ் பண்ற தேவயானி என்ன லவ் பண்ணாமலே பொண்டாட்டி ஆயிட்டேன். இப்ப என் பொண்டாட்டியா வந்து என்ன போரு உண்மையாவே என்ன லவ் பண்ணணும். உண்மையாவே பொண்டாட்டி ஆகணும். எப்பேற்பட்ட பொண்ணா இருந்தாலும் நீ எடுக்கிறது ரொம்ப பெரிய ரிஸ்க். இது வரைக்கும் ஈஸியா தோத்துட்டேன். ஆனா இனிமே உசுறு கொடுத்தா ஜெயிச்சிருவேன். அப்படி எல்லாரையும் ஏமாத்துறதுக்கு என்னடா வருத்தம்? அவள மாதிரி இன்னொருத்தெல்லாம் கிடைக்க மாட்டாமா. ஹாய். அவர் முக்கியமான முடிவு எடுத்திருக்கேன். ஷாக் ஆகாது. வெளிநாட்டுக்கு எதுவும் ரேஸுக்கு போக போறியா? இல்ல ஏதாவது கட்சி ஆரம்பிக்கிற மாதிரி பிளானா? இல்ல. அப்ப நான் ஷாக் ஆக வாய்ப்பே இல்லை. വളരെ രസമുണ്ട്. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് പടമായിട്ടാണ് സുഹൃത്തുക്കളെ എനിക്ക് തോന്നിയത്. ഭയങ്കര ആക്ഷൻ സീക്വൻസോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറെ മിസ്റ്ററി ക്രൈം ത്രില്ലർ അല്ലെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ സാധനമൊന്നുമില്ല. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു പീസ്ഫുൾ പടം, പ്ലസന്റ് പടം, അതായിട്ട് എനിക്ക് തോന്നിയത്. രസമുണ്ട്. നയൻതാര എനിക്കിത് കണ്ടിട്ട് പണ്ടത്തെ നയൻതാരയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പണ്ടത്തെ ആ ഒരു എന്താ പറയുക, വില്ലേജ് ഗേൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹോംലി ഗേൾ, അങ്ങനത്തെ ഒരു സാധനം. കവിനാണെങ്കിൽ പോലും നല്ല രസമുണ്ട് കാണാനായിട്ട്. സോ അപ്പോൾ കവിനും നയൻതാരയും കൂടെയുള്ള കോംബോ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം സുഹൃത്തുക്കളെ. ഓഗസ്റ്റ് 28-ാം തീയതിയാണ് പടം ഇറങ്ങുന്നത്. ഐ തിങ്ക് ഈ വീക്കിലാണ് പടം ഇറങ്ങുന്നത്. ഈ വീക്കിൽ തന്നെയാണ് ടോക്സിക് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് എന്തെങ്കിലും കാണണം. സോ അപ്പോൾ എന്തായാലും അതായത് ഹായ് എന്ന് പറയുന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നയൻതാര ഇതുവരെ എൻ്റെ അറിവിൽ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു പടങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്തിട്ട് ഇൻ്റർവ്യൂസ് അങ്ങനെയൊക്കെ പോയിട്ടും. ബട്ട് റീസെൻ്റ്ലി തൊട്ട് പുള്ളിക്കാരത്തി എല്ലാത്തിനും പോകുന്നുണ്ട് എന്നാണ് ഞാൻ കാണാൻ സാധിച്ചതും അറിയാൻ സാധിച്ചതും. ആദ്യമായി ഞാൻ കണ്ടത് ടോക്സിക്കിൻ്റെ ഏതോ ഒരു പരിപാടിയിലാണ് കണ്ടത്. കാരണം അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ മലയാളത്തിൽ പേളിമണിയുടെ ഷോയിലും വന്നതായി ഞാൻ കണ്ടു. എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ഇപ്പം എന്തായാലും ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നേരത്തെ ആ പരിപാടിക്ക് നിൽക്കാത്തായിരുന്നു പുള്ളിക്കാരത്തി. അപ്പം ബൈ ദ വേ എന്തായാലും അതാണ് ഒഫീഷ്യൽ ട്രെയിലർ ഹായ് എന്ന് പറഞ്ഞ മൂവിയുടെ. സോ 28-ാം തീയതി പടം ഇറങ്ങുന്നത്. അപ്പം എന്തെങ്കിലും കാണാൻ സുഹൃത്തുക്കൾ നമുക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ.